കുഴികളാണ് കാസർകോട്ടെ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. എന്ത് കുഴിയെന്ന് ചോദിച്ചാൽ റോഡിലെ കുഴി തന്നെ. കഴിഞ്ഞ ദിവസം കുഴിയിൽ നിന്ന് ഒരു സംഘം നിധി കുഴിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിൽ ഇന്ന് റോഡിലെ കുഴി മൂലം നാട്ടുകാർ വലിയ ബുദ്ധിമുട്ടിലാണെന്നുള്ളതാണ് ചർച്ച. കാസർഗോഡ് കാഞ്ഞങ്ങാട് ദേശീയപാതയിലെ കുഴി എണ്ണുകയാണ് അർച്ചന രവീന്ദ്രൻ. ഇനിയിപ്പോ 138ആണോ? ടാസ്ക്. ഇത് 138 കൊടുക്കണോ 139 കൊടുക്കണോ? ആരുടെ അപ്പൊ ചോദിക്കാറ് എണ്ണിയവരുണ്ടാവോ? എന്തൊരു കുഴികളാണ് ഹേ. ഈ കാസർഗോട്ടുകാരെ അങ്ങോട്ട് സഞ്ചരിക്കുന്നത് എങ്ങനെയാവും പിന്നെ ഈ കുഴികൾ താണ്ടിട്ടോ? സീനാണ് ബായ്. ഗൈസ്, എന്തായാലും കുഴി എണ്ണി എനിക്ക് മടുത്തു. എന്നാ പിന്നെ നമുക്കൊരു ബോർഡ് കണ്ടിട്ട് വരാം. പിന്നെയുള്ള കുറച്ച് ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അവരോട് തന്നെ ചോദിക്കാം, ഈ കുഴികളൊക്കെ എണ്ണിയിട്ട് തന്നെയാണോ നിങ്ങൾ ഇത്തരത്തിലൊരു കണക്ക്? കൃത്യമായി എണ്ണിയതിനു ശേഷമാണ് ചെമ്മനാട് യൂത്ത് ലീഗ് കമ്മിറ്റി ഇവിടെ ഈ ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ കണ്ണ് തുറപ്പിക്കുക, അധികൃതരെ കണ്ണ് തുറപ്പിക്കുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു റോഡാണ് KSTP റോഡ്. ഇപ്പോൾ PWD ആണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ഇതുവരെ അനുകൂലമായിട്ടുള്ള ഒരു നടപടിയും കാണുന്നില്ല. നമുക്ക് ഇതിൽ പോകാൻ പറ്റുന്നില്ല. ഇരുചക്ര വാഹനത്തിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമ്മൾ സ്ഥിരം പോകുന്നതാണ്. ഒരു പ്രാവശ്യം ഞാൻ തെറിച്ച് വീണിട്ട് വണ്ടിയുടെ ഇതെല്ലാം ആസ്കലളിയിട്ടുണ്ട്. പിന്നെ ഞാനാണ് ഇതിൻ്റെ ഫ്രണ്ട് എല്ലാം പോയിട്ട് പിന്നെ പിൻ ബെയറിങ് എല്ലാം പോയിട്ട് ഞാൻ മാറ്റിയിട്ട് വന്നത്. 2200 രൂപ ചിലവായി. നമുക്ക് ഓടുന്ന പൈസ എല്ലാം വണ്ടിക്ക് തന്നെ മുതലിടേണ്ടി വരുന്നത്. ഇത് കാഞ്ഞങ്ങാട് ഭാഗത്ത് മാത്രമുള്ള പ്രശ്നം മാത്രമല്ല, കാസർഗോട്ടെ വിവിധ ഭാഗങ്ങൾ ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. എന്തായാലും അധികൃതർ ഇതെല്ലാം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മഞ്ഞപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.